ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നണം. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നണം. ഒരുപാട് കാലം കാണാൻ ആഗ്രഹിച്ചു നടന്നൊരു മനുഷ്യനാണ് സത്യമായിട്ടും. ഭയങ്കര ഇഷ്ടമാണ്. നല്ല സമയമല്ലേ ഇപ്പം ഒരുപാട് ശത്രുക്കളെ ചുറ്റുമുണ്ട്. ഞാൻ അമ്പലങ്ങളിലൊക്കെ കടന്നുരുളുന്നുണ്ട് സത്യം. തൃശ്ശൂർ റൗണ്ടിലും കടന്നുണ്ട്. ഇതേ പുറത്തൊക്കെ തോല് പോയി കിടക്കപ്പെ നന്നായിട്ട് ഉള്ളുന്നുണ്ട്. ആ നന്നായിട്ട് ഉള്ളുന്നുണ്ട്. രക്ഷപ്പെടാൻ പറ്റും. കുട്ടിക്കാലത്തൊക്കെ ഞാൻ കുറെ കാലം ചെയ്തതാണ്. അതെല്ലേ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് അതിനു വേണ്ടിയാ ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയല്ല. അല്ല നീ ഈ ഒരഞ്ഞെന്ന് അറിയുന്നില്ല, ഒന്ന് കാണിക്കാം ആദ്യം. ഏത് ശയനപ്രദർശനം ചെയ്തത്? ഇത് പക, ഇത് വ്യക്തിപരമായ പക. പാട് കണ്ടിട്ട് മതി. അല്ലല്ല, ഇത് പൊതുവേദിയിൽ ഷർട്ട് അഴിപ്പിച്ച് അടുത്ത കേസ് കൊടുപ്പിക്കാനാണ്. ഞങ്ങളെ മൊത്തത്തിൽ അങ്ങില്ലാതാക്കല്ലേ. അതെ, കുട്ടിക്കാലത്തൊക്കെ സത്യം പറഞ്ഞ എന്റെ ചെറുതിലൊക്കെ സാധാരണ അമ്മമാര് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി പറയും, കഴിച്ചോ കോക്കാച്ചി വരും, അല്ലെങ്കിൽ കഴിച്ചോ ഭൂതം പ്രേതം വരും. എന്നെ എങ്ങനെ പറഞ്ഞ് തിരിക്കുന്നതെന്നറിയോ? ഭക്ഷണം കഴിച്ചോ സുരേഷ് ഗോപിയെ വിളിക്കും ഞാൻ. പിന്നെ കുറച്ചുകൂടെ ഞാൻ വലുതായപ്പോ പറഞ്ഞ് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഞാൻ ഭരചന്ദ്രനെ വിളിക്കും. ഇങ്ങനെയൊക്കെയാ കുറെ കാലം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ചാക്കോച്ചിയെ വിളിക്കും ഞാൻ. ഇങ്ങനെ പറഞ്ഞ് കുറേ കാലം ഞാൻ വലുതായി കഴിഞ്ഞ് കുറച്ച് കാലം ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നു. സിനിമയിൽ നിന്നൊക്കെ മാറിയുന്നില്ലേ കുറച്ചു കാലം, ഇലക്ഷൻ ഡ്യൂട്ടി പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നല്ല പട്ടിണിയായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇതേ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയും ഭക്ഷണം എടുത്ത് വെക്കി ഗരുഡ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പറയും. ഗരുഡ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പറയും. മാത്രമല്ല ഈ ഇലക്ഷന്റെ സമയത്ത് ഇടയ്ക്കൊരു വീട്ടിൽ പോയിട്ട് ചോറ് ചോദിച്ചു, ഒരു വീടല്ല ചോറ് ചോദിച്ചു, ചോറ് 14 ദിവസം പ്രചരണത്തിന് പോയി 14 വീട്ടിൽ പിടിച്ചു കയറി ആ വീട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ചു. അവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഫുഡും കൂടെ ഞാൻ എടുത്ത് കഴിച്ചു. ഈ സാധനം ഇതാ എനിക്ക് കിട്ടേണ്ടത്. ചോറ് അവിടെ ചെന്നിട്ട് ചോറ് കഴിച്ചില്ലേ ചോദിച്ചില്ലേ, ഈ സെയിം പാത ഞാൻ പിന്തുടർന്നു. നാട്ടിൽ ചെന്നു, ഞാൻ വീട്ടിൽ പോയി ചോറ് ചോദിച്ചു, ചോറ് തന്നു. ചോറ് തന്ന കുട്ടി ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം പോയി ചോറ് തന്നു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഞാനിപ്പോൾ അവിടെയാണ് താമസം. സാറ് വീട്ടിൽ പോയിരുന്നോ? സാറ് തിരിച്ച് വീട്ടിൽ പോയില്ലേ? പിന്നെ ഞാൻ പോയില്ല, ഞാൻ അവിടെ. ഞാൻ ആ വീടും ആ വീട്ടുകാരെ ആ കുട്ടിയെ ഞാൻ ഇങ്ങെടുത്തു. അല്ലല്ല, അതിപ്പോ വന്നതിന്റെ ഉദ്ദേശം എന്താണ് താങ്കള്? അല്ല, എന്റെ ഉദ്ദേശം ഒന്നുമല്ല. ഒരുപാട് സിനിമകളിൽ ഓഡിഷൻസിന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്, പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. സിനിമാ നടനാവാനാണ്? വെറുതെ സിനിമാ നടനല്ല. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ദിലീപ് ഇതൊക്കെ നടന്മാരാണ്. പക്ഷേ എന്റെ ഫേവറേറ്റ് സുരേഷ് ഗോപി ചേട്ടൻ. ഭയങ്കര ആരാധന എന്ന് വെച്ചാൽ ചെറുത് മുതൽ എന്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലീസ് വേഷങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. പോലീസ് വേഷം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് 100-120 സിനിമയുടെ ഓഡിഷനിൽ പോയി പോലീസ് വേഷം ചെയ്ത് ഞാൻ പൂരൊക്കെ പറഞ്ഞു എൻ്റെ അഭിനയം മോശമാണ്, ഞാൻ ഭയങ്കര തോൽവിയാന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഹോളിൻ്റെ തൊട്ട് താഴെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞേ മുകളിൽ സാർ ഇരിക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ഒരു ഒപ്പിട്ട് തന്നാൽ, സാർ ഒരു ഒപ്പിട്ട് തന്നാൽ എന്നെ അഭിനയിപ്പിക്കാന്ന്. ഒപ്പിട്ട് സുരേഷ് ഏട്ടാ അങ്ങനെ ഒപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. അല്ല, സാറ് ഒപ്പിട്ട് തന്നാ പിന്നെ എടുക്കാന്ന് പറഞ്ഞു. സുരേഷ് ഏട്ടാ വേണ്ട. എന്നതാ? ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാർ അറിയുന്നതിന് ഒരു സംവിധായകൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഞാനിത് എഴുതുന്നത്. ഈ കത്തുമായി വരുന്ന അശ്വിൻ എന്ന ചെറുപ്പക്കാരൻ വർഷങ്ങളായി എൻ്റെ പുറകെ പോലീസ് വേഷം ചെയ്യണമെന്ന് പറഞ്ഞു നടക്കുകയാണ്. ഇവൻ്റെ പോലീസ് വേഷത്തിൻ്റെ അഭിനയം കണ്ടിട്ട് എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോവുകയും എൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതിനാൽ ഈ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും പോലീസ് വേഷം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് സാറിനോട് ഞാൻ താഴ്മ അപേക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം വർഷങ്ങളായി ഉറക്കം കിട്ടാത്ത സംവിധായകൻ. ഒന്ന് പഠിപ്പിച്ചു തന്നിട്ട് എന്നെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ ഞാൻ പോയി ചെയ്തോളാം പ്ലീസ്. താഴെ ഓഡിഷൻ നടക്കിയതാ പ്ലീസ്. അല്ല, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഡയറക്ടർ തന്ന ഡയലോഗ് എന്തെങ്കിലും ഉണ്ടോ? ഡയറക്ടർ തന്ന ഇത് താഴ്ന്ന് എന്താണെന്നറിയോ സുരേഷ് ഏട്ടാ, ഒരു പീസ് ഓഫ് ഡയലോഗ് കൊടുത്ത് വിട്ടേക്കുക. സുരേഷ് ഏട്ടൻ ഒന്ന് റെൻഡർ ചെയ്തതൊന്ന് കാണിച്ചു കൊടുത്ത് പുള്ളിക്ക് അതേപോലെ ഒന്ന് പോയി പെർഫോം ചെയ്യാൻ. ചെറിയ എനിക്ക് മനസ്സിലായില്ല ഡയലോഗ്. തോളത്ത് തൂക്കിയ നക്ഷത്രങ്ങളുടെ എണ്ണം മനസ്സിലാക്കി കാക്കി കുപ്പായക്കാരെ വിലപേശി ചൊൽപ്പടിക്ക് നിർത്തുന്ന നിന്നെപ്പോലുള്ള നികൃഷ്ട ജീവികളിൽ ഒരാളെ എങ്കിലും കാരാഗ്രഹത്തിൽ ആക്കിയാൽ ഞാൻ കൃതാർത്ഥനായി. എന്റെ പൊന്നെ, ഇത് എന്നെ ഒന്ന് എങ്ങനെ സെറ്റാക്കി തരാം. താഴെ പോയി പറഞ്ഞ എന്നെ സെലക്ട് ചെയ്യും സിനിമയിൽ. ഞാനിത് പറയില്ല, കാരണം ഇതെങ്ങാനും പറഞ്ഞ് എനിക്ക് നാക്കുളുക്കി നടുവുളുക്കി അവസാനം ഇപ്പൊ എനിക്ക് പോലീസ് വേഷം തന്നവരും കൂടെ വേഷം തരാതാവും. എനിക്ക് വേണ്ട, ഇത് കാണിച്ചു തന്നാ മതി. ഒന്നും ഡയലോഗ് ഒന്നും പറയണ്ട. കമ്മീഷണർ എന്നെ അങ്ങനെ അങ്ങോട്ട് വന്നങ്ങ് ചെയ്താൽ മതി. അല്ല, സുരേഷ് ഏട്ടന്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഇവനൊന്ന് പഠിപ്പിച്ചു ഏതെങ്കിലും ഒരെണ്ണം. ജീവിതാഭിലാഷം ഞാൻ മേടിച്ചോ. അതാ ഉറങ്ങുന്നില്ല ഡയറക്ടർ ഇവരെ കാരണം. ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ നിൽക്കണോ? ഇവിടെ നിൽക്കണോ? ഞാൻ
കാക്കിയിട്ടവന്റെ നേരെ കൈ ഓങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്നത് കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ ഈ പന്ന നൊന്തു അല്ല, എനിക്ക് തോന്നുന്നുണ്ട്, സത്യമായിട്ട് തോന്നുന്നുണ്ട്. ആ രോമം കുറച്ച് പോകുന്നല്ലേ? ഇല്ല, തോല് തേങ്ങന്റെ കൂട്ടത്തിൽ അതും പോയി. പ്രദക്ഷിണം വെച്ചപ്പോഴേ തോല് കുറച്ച് പോയി. എന്റെ കൂട്ടത്തിൽ ഭയങ്കര അത്ഭുതം. ഞാൻ ഈ സാധനം നീ ഇതുപോലെ പറയണം. ഒന്നുകൂടെ പറയും. ആ പവർ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ നിൽക്കണ്ട. ഇതുവരെ ചെയ്തതിന് ഡയറക്ടറെ തല്ലു. ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞു ചെയ്തത് അങ്ങനെ ചെയ്താൽ നാട്ടുകാർ തല്ലു. ഇല്ല, ഇതെന്താ താഴെ ഡയറക്ടർ ഇത് ചെയ്ത് കാണിച്ചിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടും. അതുകൊണ്ടാ. അതൊക്കെ എന്റെ ദേഹത്ത് തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല. അതിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. തൊടാൻ ഞാൻ നിൽക്കൂല, എനിക്ക് വയ്യ. ഓക്കെ ഓക്കെ, ചെറിയൊരു ആക്ഷൻ കിട്ടിയ സർ, ഒരു ആക്ഷൻ ചെയ്തോ ചെയ്തോ. ഞാൻ ഇങ്ങനെ കറങ്ങി വന്നിട്ട് പറയട്ടെ. ഞാൻ കുറച്ച് മാറിയിരിക്കാം. വേണ്ട 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 വേണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഹോളിഡേന് ഒരു റൗണ്ട് കറങ്ങി വന്നിട്ട് പറയാം. ഓക്കെ, തുടങ്ങിക്കോ. ഡയലോഗ് ഒന്ന് പറഞ്ഞേ. കാക്കിയിട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ നിന്നെ പോലുള്ള കാക്കിയിട്ടവൻ എങ്ങനെ? കാക്കിയിട്ടവന്റെ നേരെ കയ്യോ ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. ഒന്ന് തുടക്കം മാത്രം പറഞ്ഞോണ്ട് ഞാൻ ബാക്കി പറഞ്ഞോളാം. സുരേഷ്, ആ ഡയലോഗിന്റെ 2 ലൈൻ മാത്രം ഒന്ന് പറഞ്ഞോട്. അതല്ല, ഇതാണ് ഇത് പറഞ്ഞല്ലോ. ഇത് പറയാം. ഓക്കെ. തോളിൽ തൂക്കിയ നക്ഷത്രങ്ങളുടെ എണ്ണം മനസ്സിലാക്കി കാക്കിപ്പടക്കാരെ വിലപേശി ചൊൽപ്പടിക്ക് നിർത്തുന്ന നിന്നെ പോലുള്ള നികൃഷ്ട ജീവികൾക്ക് ഒരാളെങ്കിലും കാരാഗ്രഹത്തിലാക്കിയാൽ ഞാൻ കൃതാർത്ഥനായി. ഈ പേഴ്സണലായിട്ട് പറഞ്ഞല്ലോ. തോളത്തല്ല തൂക്കിയത്? തോളത്ത് ഒരു ചെറിയൊരു ആക്ഷൻ തുടക്കത്തിനാ. നക്ഷത്രം തൂക്കിയിട്ട സ്റ്റാറിന്റെ വില എന്തോന്നൂടെ പറഞ്ഞു. വില പേശി കാക്കിപ്പടക്കാരെ തോളത്ത് തൂക്കിയ നക്ഷത്രങ്ങളുടെ സ്റ്റാറിന്റെ എണ്ണം എത്രയാന്ന് അറിയാൻ കുറെ എണ്ണം ഉണ്ട്. അറിയില്ല അതിന്റെ വില എത്രയാ? 210 രൂപ. 210 രൂപ. അല്ല പിന്നെ നേരെ പറ. ഇത് വേണ്ട, ഇല്ലെങ്കിൽ നീ അത് പറ. ഇത് വേണ്ട, ഇല്ലെങ്കിൽ നീ ആ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം ഏതെങ്കിലും പറ. മോഹൻ തോമസിന് പൊളിയാണ്, ടോപ്പാണ്, അടിപൊളിയാണ് മോഹൻ തോമസ്. അനക്കെന്താ പ്രശ്നം? ടോപ്പാണെങ്കില് സൂപ്പറാണ്. തോമസിന് ഭയങ്കര ദേഷ്യമാണ്, പ്രശ്നമാണ് എല്ലാം. വേണ്ട വേണ്ട വേണ്ട, എഴുതിയ ഡയലോഗ് പ്രശ്നം. ഒറിജിനൽ ഒരു ഡയലോഗ് മാത്രം. മണിച്ചിത്രത്താഴിന്റെ ഒരു ഡയലോഗ്, ഒറ്റ സീന്. മണിച്ചിത്ര ഞാനാണ് ഗംഗ എന്ന് വല്ലതും വിചാരിക്കുക. ഓക്കെ, എന്താ പറയാ, ഇത് എഴുതപ്പെട്ടതുകൊണ്ടാണ്. ഉള്ള സാധനമാണെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തെക്കിനിയിൽ നിന്ന് സ്പിരിറ്റ് കടത്തിയിട്ട് കടായ ബേബിക്ക്. അതല്ലടോ, ഞാനാണ് അല്ലി. എന്നെ ആഭരണം എടുക്കാൻ പുറത്തേക്ക് വിടരുത്. ഇയാളാണ് നകുലൻ. ഓക്കെ ഓക്കെ, റെഡിയേ? അല്ലി അല്ല, ഗംഗ. ഗംഗയ്ക്ക് ഓക്കെ, ശരിയാണേ. ഞാൻ പോവാൻ പോകണം. ഞാൻ ജ്വല്ലറിയിലേക്ക് പോകുന്നു. ഓക്കെ, റെഡി? ഓക്കെ, 1 2 3. ഓക്കെ, ഞാൻ പോവാണേ. നകുലേട്ടാ, ഞാൻ ഇന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ? അല്ലീ പൊയ്ക്കോ. പോട്ടെ, ഞങ്ങൾ മതി. ഓക്കെ, റെഡി? ഞാൻ പോവാണേ. പൊയ്ക്കോ, വരണ്ട കേട്ടോ. അത് പോട്ടെ, നമുക്ക് എന്തിനാ കുറെ കാര്യങ്ങൾ പറയാനുള്ളൂ. എടോ, പറയണം, ഞാൻ എന്നെ തിരിച്ചു വിളിക്കണ്ടേ? കറക്റ്റ് കിട്ടിയില്ല, അപ്പൊ കിട്ടി, പറഞ്ഞോ. ഓക്കെ. മീര എവിടെ പോകുന്നു? ഗംഗ. സോറി. ക്യാരക്ടർ മനസ്സിലാക്കി. റെഡി. ഓക്കെ, മറക്കരുത് ഗംഗ. ഞാൻ ആ മോഡുലേഷൻ ഒന്ന് എടുക്കുന്നുണ്ടേ. ഓക്കെ. ഗംഗ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു. എവിടെന്നാ എടുക്കുന്നേ? ആലുക്കാസ് നടത്തും, അവിടെ പണിക്കൂലിയൊക്കെ കുറവാന്ന് കേട്ടിട്ടുണ്ട്. അവിടെ എടോ, എന്നെ വിടരുതെന്ന്. എന്നെ വിടാതെ പിടിച്ചോണം. പിടിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? പിടിച്ചാലും കുഴപ്പം, പിടിച്ചില്ലേലും കുഴപ്പം, പറഞ്ഞു പിടിപ്പിക്കാതെ. എടോ, അങ്ങനെയല്ല, എന്നെ പോകരുത് എന്നാ. റെഡി? ഒന്നൂടെ. ഓക്കെ. ഗംഗ ഇപ്പോ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ അല്ലിക്ക് ആഭരണം എടുക്കാൻ നകുലേട്ടൻ പറഞ്ഞിട്ട് ജ്വല്ലറി പൊക്കോളാൻ. ഇത്രയും നേരം പറഞ്ഞ സുരേഷ് ഗോപിയാണ്, ഇപ്പൊ പറയാം നകുലനാണ്. നകുലേ? എടോ, ക്യാരക്ടറോ മണിച്ചിത്രത്താഴിന്റെ നകുലേട്ടൻ. താനല്ലേ നകുലൻ? പഴയതെല്ലാം മറന്നുപോയതാ. ഓക്കെ, ഒരു തവണ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പോവാണേ. ജിന്റെ പറയാ. എടോ, ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? പോയേ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? പണ്ടാരം പറ. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നത്. എന്നാ ഇപ്പൊ പോണ്ട. അതെന്താ പോയാലെന്ന്? നീ ഇപ്പൊ പോണ്ടാന്ന്. വിടമാട്ടെ. പോണ്ടാന്ന്.
എന്നെ എങ്കേയും ഇവിടെ നിന്ന് പോക വിടമാട്ടെ. പോണ്ടാന്ന് ഇന്നേക്ക് പോണ്ടാന്ന് ദുർഗാഷ്ടമി. എന്തോ പറഞ്ഞാ നിർത്തോള്, എന്തോ പറഞ്ഞാ നിർത്തും. അത് എന്തേലും പറയാന്ന് പറയും. ഇന്നേക്ക് ദുർഗാഷ്ടമി. ഞാൻ പറഞ്ഞ കിട്ടൂല, അവള് നിർത്തൂല. ഒന്ന് പറ. ഇന്നേക്ക് ദുർഗാഷ്ടമി. കൊല്ല്. ഒന്ന് പറഞ്ഞാ ഇന്നേക്ക് ദുർഗാഷ്ടമി. ഒന്ന് കൊന്നു തരൂ. അതല്ല, മറ്റേത് പറ. ഇന്നേക്ക് ദുർഗാഷ്ടമി. ഉന്നെ ഞാൻ കൊന്നു, രക്തത്തെ കുടിച്ച്. അതിക്കത്തരാ സന്തോഷം കേട്ടോ. ഇതൊക്കെ തിന്ന് കൊല്ലിയ നിന്നെ നല്ലൊരു അടി അടിച്ച് മോളില്. അപ്പഴേ